എല്ലാവരുടെയും ചോദ്യമാണ് തിരുവനന്തപുരത്ത് ആരാകും മേയർ, ആരാകും ഡെപ്യൂട്ടി മേയർ. ഇനി തിരുവനന്തപുരത്തിന് ഒരു വനിതാ MLA ഉണ്ടാകും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം എന്തായാലും BJPയുടെ കയ്യിലാണ്, അട്ടിമറിക്കൊന്നും ഞങ്ങളില്ല എന്ന് സാഷ്ടാംഗം മുമ്പിട്ട് പറഞ്ഞിരിക്കുകയാണ് CPM. ആരാകും സാർ തിരുവനന്തപുരം? എന്താണ് BJPയുടെ ഒരു മാജിക്? അവിടെ മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ 51 വേണം. കാരണം 50 ആയാലും ഭരണത്തിൽ വരാം. അന്ന് 2 പേരുണ്ടല്ലോ, 29ഉം 19ഉം പിന്നെ 2 പേര്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുമ്പം ഇതിനപ്പുറം 50-നപ്പുറം വരുന്നൊരവസ്ഥ വന്നാൽ 51 ആണെങ്കിൽ സേഫാണ്. കാരണം മറികടക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ടൊന്നും മറികടക്കാൻ പറ്റും, റിസ്ക് ഉണ്ട് നടക്കാൻ. അപ്പൊ മാജിക് നമ്പറിലേക്ക് അവർ ആദ്യം തൊട്ടേ എത്തിയെന്നാണ് പറഞ്ഞത്. ഒരു കോൺഗ്രസിന്റെ നേതാവ് മത്സരിച്ചു, പിന്നെ ഒരു സ്വതന്ത്രൻ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് രണ്ടുപേരും ബില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും 2 വൃത്തിയുള്ള 2 പേർക്ക് ഓരോ കോർപ്പറേഷനകത്ത് ഇതിനകത്ത് ഒത്തിരി സമിതികളുണ്ട്, ചെയർമാൻമാരുണ്ട്, അറിയത്തില്ലേ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതെങ്കിലും 2 എണ്ണം കൊടുത്താൽ മതി. അതിനകത്തൊന്നും അവർ ഇരുന്ന് തൃപ്തിപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പം ഇതിനകത്ത് കോർപ്പറേഷൻ ജനറലാണ്, മനസ്സിലായില്ലേ? അതായത് പുരുഷ സംവരണമാണ്. കഴിഞ്ഞ പ്രാവശ്യം വനിതാ സംവരണം, പുരുഷ സംവരണം. അപ്പം പുരുഷ സംവരണം ആകുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതയ്ക്ക് കൊടുത്തേ മതിയാവുന്നുള്ളൂ. അപ്പം പുരുഷ അങ്ങനെ ഇതുണ്ട്, പർപ്പസ്ഫുള്ളി അങ്ങനെ ഉണ്ട്. അതേസമയം വനിതയാണ്, സംവരണമാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഡെപ്യൂട്ടി മേയർ വനിത തന്നെ വന്നാലും കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് സംവരണമൊന്നുമില്ല. പക്ഷേ സംവരണം വരുമ്പോൾ തന്നെ പുരുഷ സംവരണമാണെങ്കിൽ അല്ലെങ്കിൽ ജനറലാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പം വളരെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ 50 പേരെ 100 പേരെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 100 പേരും പ്രഗത്ഭന്മാരായിരുന്നു. ആരെയും മേയറാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്ഥാനാർത്ഥികളായിരുന്നു. അവിടം കൊണ്ടാണ് BJPയോട് വിജയിക്കുന്നത്. അവിടം കൊണ്ടാണ് രാജീവ് ചന്ദ്രസേനന്റെ കഴിവ് നമ്മൾ കണ്ടത്. അവിടം കൊണ്ടാണ് മറ്റു പാർട്ടിക്കാർ വിരണ്ടത്. അവിടം കൊണ്ടാണ് മറ്റു പാർട്ടിക്കാർക്ക്, കോൺഗ്രസ്സുകാരനെ ശബരിനാഥനെ എടുത്തുകൊണ്ട് വരേണ്ടി വന്നതും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ആരെങ്കിലും ഞങ്ങൾ ആരെ തീരുമാനിച്ചാലും ജയിക്കും, ആരാണെങ്കിലും ജയിക്കും എന്നുള്ള രീതിയിലേക്കുള്ളൊക്കെ ഒരു മാറ്റിയിട്ട് സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രഗത്ഭരാകണമെന്ന് തീരുമാനിക്കേണ്ടി വന്നു. ഇത് കേരളത്തിലുടനീളം വെല്ലുവിളിയായി. ഈ ഒരു മാതൃകയിൽ അല്ലെങ്കിൽ ശ്രീലേഖ IPSനെ തീരുമാനിക്കുമ്പോഴും അതിനോട് സമാനമായിട്ടുള്ള ആളുകളെ തീരുമാനിക്കുമ്പോഴുമാണ് പഴയ MLA-മാരെല്ലാം സ്ഥാനാർത്ഥികളായത്. രാജഗോപാൽ പത്തനംതിട്ടയിൽ ആറന്മുള മുൻ MLA സ്ഥാനാർത്ഥിയായത്. ഇത് കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖരൻ. അപ്പം ഈ രീതിയിലേക്ക് വന്നപ്പോൾ ഇപ്പം അവിടെ മേയറെ തീരുമാനിക്കുന്നതിന് മാധ്യമങ്ങളുടെ തിരക്കാ. ആരായിരിക്കും മേയർ? അതാവും BJP തീരുമാനിച്ചോളും. അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. തിരുവനന്തപുരം അവർ വളരെ ദീർഘകാലമായിട്ട് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു തലസ്ഥാനമാണ്. തലസ്ഥാനത്തിനകത്ത് BJPക്ക് ഒരു സാധ്യത ഉണ്ടായാൽ ആ തലസ്ഥാനം എങ്ങനെയാകും, അല്ലെങ്കിൽ BJPയുടെ കാഴ്ചപ്പാട് എത്തരത്തിലാകുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം. അവർ കൃത്യമായിട്ട് നല്ല മേയറേയും ഡെപ്യൂട്ടി മേയറെയൊക്കെ തീരുമാനിച്ച് തന്നെ മുന്നോട്ട് പോകും. വിജിലൻസ് കേസിന്റെ ഒരു ഘോഷയാത്ര തന്നെ തിരുവനന്തപുരത്ത് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അടുപ്പുകല്ല് പറക്കിയതുകൊണ്ട് മനസ്സിലായില്ല, ഇങ്ങോട്ട് നവീകരിച്ചതുകൊണ്ട് കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും. എന്തോ കുഞ്ഞുമേയറുണ്ടല്ലോ, കുഞ്ഞുമേയർക്ക് ചിലപ്പോൾ വീട്ടിൽ ഇരിക്കാൻ സമയം കാണത്തില്ല. ഇനി എപ്പോഴും ബിസി ആയിരിക്കും. നേരത്തെ മേയറായിട്ട് ഇരുന്നതിനെക്കാട്ടിൽ കൂടുതൽ സമയം ബിസി ആകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. മനസ്സിലാവുന്നുണ്ട്? അതിനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അത് അവർ കൊടുത്തു പോകുന്നതോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതോ ഒക്കെ രീതിയിലേക്കൊന്നുമില്ല. അപ്പം ഇന്നലത്തെ ആദ്യം ഒരു ആലോചന വന്നായിരുന്നു. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ്, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് BJP അങ്ങ് മാറ്റി നിർത്തുന്നു. അപ്പോഴത്തേനും CPM പറഞ്ഞു വേണ്ട, ഒന്നിക്കേണ്ട, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ ഒന്നിപ്പിന്റെ സമാധാനം വീണ്ടും പറയേണ്ടി വരും. ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കാതെ പോയതിന് കുഞ്ഞുമേറെ വെച്ചതിന്റെ സമാധാനം 10-40 കൊല്ലം കയ്യിലിരുന്നത് പോയത്. ഇനി ഇത് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു നിവൃത്തിയില്ല. കാരണം വല്ലാത്തൊരു കയ്യിലേക്കാ കൊണ്ട് കൊടുത്തത്. ആഘോഷിക്കുക വല്ലാത്തൊരു സാധനം കൈകളിലേക്കാ പോയത്. കാരണം ഇതുവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കല്ലേ, അത് വർഗീയതയാ, അത് ധ്രുവീകരണമാ, അത് കൊല്ലും, കാല് വെട്ടും കൈ വെട്ടും. ഇപ്പൊ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഇത് കയ്യും വെട്ടത്തില്ല, കാലും വെട്ടത്തില്ല, ഇതിന്റെ കൈ കൊടുത്താൽ കൂടുതൽ ഗുണമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഭരണം വരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പം ഇതിനകത്ത് എല്ലാവരും പറയുന്ന ശ്രീലേഖ IPSനെ അവർ വേണ്ട പരിഗണന കൊടുക്കും. അതുകൊണ്ട് അവർ മത്സരിച്ചത്. അവർ ആർഗ്യുമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. PV രാജേഷ് ഉണ്ട്, ഗോപനുണ്ട്, 25 കൊല്ലമായിട്ട് അവിടുത്തെ 25 കൊല്ലമായിട്ട് അദ്ദേഹം ആളാണ്.
അതുപോലെ തന്നെ കരമന അജിത്തുണ്ട്. അവർക്കിപ്പോൾ എല്ലാ മേയർമാരാക്കാൻ പറ്റുന്നവരാ, ഒന്നുക്കൊന്നൊക്കെ മെച്ചം. അപ്പൊ അതിനകത്ത് പാർട്ടി വളരെ കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടിക്കകത്ത് BJPക്കകത്ത് തീരുമാനം എടുക്കുന്നതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന തീരുമാനങ്ങളാവും ഉണ്ടാകുന്നത്. ചിലപ്പോൾ ജനറൽ സീറ്റിൽ വനിത വന്നിരിക്കും, ചിലപ്പോൾ ജനറൽ സീറ്റിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത VV രാജേഷ് ആയിരിക്കത്തില്ല, ഈ കരമന ആയിരിക്കത്തില്ല, ഗോപനായിരിക്കത്തില്ല, വേറെ ചില. പക്ഷേ രാജേഷിന് സാധ്യത കൊടുക്കും. കാരണം പാർട്ടിക്കകത്ത് അയാൾ സംസ്ഥാന സെക്രട്ടറിയും കൂടെ ഉത്തരവാദിത്തത്തിലുള്ള ഒരാള് ഏൽപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജേഷിനെ ഒരു സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ ഇത് തടസ്സമാവുമോ? അതിന് തടസ്സമാകത്തില്ല. സ്ഥാനാർത്ഥിയാവുന്നതിന് വേണ്ടി മത്സരിച്ചിട്ട് ജയിച്ചു കഴിയുമ്പോൾ ആ ഏതെങ്കിലും ഒരു കാര്യം ഒഴിഞ്ഞാൽ മതിയല്ലോ. അല്ലാതെ മത്സരിക്കുന്നതിന് മുമ്പ് രാജിവെക്കേണ്ട അവസ്ഥയില്ല. കണ്ടിട്ടില്ലേ, MLA മത്സരിക്കുന്നു, ജയിച്ചതിന് ശേഷം തോറ്റ MP ആയിട്ട് മത്സരിക്കും, തോറ്റെങ്കിൽ വീണ്ടും പോയി MLA ആയിട്ടിരിക്കാവുള്ളൂ. അപ്പൊ ആ രീതിയിലെ കുഴപ്പമൊന്നും വരത്തില്ല. അപ്പൊ ഇതിനകത്ത് 2 വാർഡിലോ അവിടെ കൃത്യമായിട്ട് ഈ വാർഡുകൾ പലതും പൂർണ്ണമായിട്ടും ജയിച്ചിട്ടുണ്ട്. ഒന്ന് നേമം ശിവൻകുട്ടിയുടെ വാർഡിൽ 17 പേര് ജയിച്ചിട്ടുണ്ട്. ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് BJP തോൽപ്പിക്കാൻ അടുത്ത തവണ ഞാൻ തന്നെ അങ്ങ് നേമത്ത്. അതെ, നേമത്തിൽ ഈ ശിവൻകുട്ടി തന്നെ നിൽക്കുന്നതായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടി നല്ല കാൻഡിഡേറ്റ്. എന്റെ സ്ഥലം കൂടെ ആയതുകൊണ്ടാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് പാർട്ടിക്കാരൻ ഏത് പാതിരാത്രി ചെന്ന് കയറിയാൽ ആ കാര്യം നടക്കും. കാര്യം അയാൾക്ക് പാർട്ടിയൊന്നും ഇല്ല, ഇറങ്ങിച്ച് നടത്തും. അയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടാ, എന്നാലും പിറച്ചു കുറച്ച് പോവുകയും ചെയ്യും. ഭയങ്കര തന്റെ BJP എനിക്ക് തോന്നുന്നു CPM-കാരെക്കാളും നേമത്തെ BJP-കാരെക്കാളും. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത പ്രാവശ്യവും CPM ഇയാൾക്ക് വയ്യാങ്കിൽ ഇദ്ദേഹത്തെ പരീക്ഷിക്കോടെ. കാരണം അതിനപ്പുറം വേറെ കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാൻ പാടില്ല. വൃത്തിയാ മേയർക്കം കൊടുക്കാവോ, കാര്യങ്ങൾ ഓക്കെ ആവും. ഈ ശിവൻകുട്ടിയെ മാറ്റിയിട്ട് മേയർക്കം കൊടുത്താൽ മതി. പിന്നെ BJP ഈസിയാ. മേയറെ അപ്പുറത്ത് ഇപ്പുറത്ത് ശ്രീലേഖ നമുക്ക് ആ പാട്ടൊന്ന് മാറ്റാം. അതെ, അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ശ്രീലേഖ IPS ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ രാജചന്ദ്രശേഖർ ആയാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത് ഈ നിയമം 17 സീറ്റോടെ ഉണ്ട്. കാരണം BJPയുടെ 100% ജയിക്കാൻ സാധ്യതയുള്ളൂ. ഈ ശിവൻകുട്ടി എന്ന് പറയുന്നത് ഇപ്പം തന്നെക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത്. ഇതേ അഭിപ്രായം തന്നെ എനിക്കും അദ്ദേഹത്തെ പറ്റിയുള്ളൂ. അതുപോലെ വട്ടിയൂർക്കാവ് 1-2 ഇവിടെ അടുത്തതിനകത്ത് ഇവർ വലിയ പ്ലാനിങ് ഉണ്ട്. ശ്രീലേഖ അവിടെ ഈ ഒരു കൗൺസിലറായിട്ടോ അല്ല, അല്ലെങ്കിൽ ഒരു മേയറായിട്ടോ ഒന്നല്ല BJP കണക്ക് കൂട്ടിയിരിക്കുന്നു. ശ്രീലേഖ കൗൺസിലറായിട്ട് കൊണ്ടുവന്ന് കാണിച്ച് അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത നിയമസഭയിൽ കൃത്യമായിട്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ശ്രീലേഖ. അവര് നിയമസഭാ സ്ഥാനാർത്ഥിയായിരിക്കും, അവർ അവിടുത്തെ MLA. ഇതിന് 2-3 വാർഡുകൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഇവരെ ഒന്നെങ്കിൽ മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ, അതിന് സംശയമുണ്ട്. ഇതിനകത്ത് നമ്മൾ എഴുതി വെച്ചോ തീരുമാനം, മേയറോ ഡെപ്യൂട്ടി മേയറോ. കാരണം ഡെപ്യൂട്ടി മേയർ സംവരണമാകുമ്പോൾ ആയതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് കൃത്യമായിട്ട് ഒരാളെ പ്രഗത്ഭയായിട്ടുള്ളവരെ അവരോധിക്കാൻ ഇവരെ വെച്ചാൽ പറ്റും. ഈ ഡെപ്യൂട്ടി മേയറെ മത്സരിപ്പിച്ച് അടുത്ത പ്രാവശ്യം MLA ആക്കുകയും ചെയ്യാം. അന്നേരം ആ സ്ഥാനത്തേക്ക് വേറൊരാളെ പരിഗണിക്കേണ്ടി വരും. കാരണം റിസ്ക്കാ. ഇപ്പം കോർപ്പറേഷനകത്ത് ഈ തുലാം നിൽക്കുന്നുണ്ട്. ഒരാൾ MLA അയാളെ മാറ്റി വേറൊരാളെ പരീക്ഷിക്കുമ്പോൾ ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോർപ്പറേഷനാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇപ്പൊ പണിഞ്ഞതുപോലെ തന്നെ ഇനി അങ്ങോട്ട് 5 കൊല്ലവും അല്ലെങ്കിൽ 2026 നിയമസഭാ മത്സരത്തിനും ഒക്കെ BJP വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോയാലേ മതിയാവത്തുള്ളൂ. ഈ മാജിക് നമ്പറിലേക്ക് എത്തുന്നതിന് വേണ്ടി BJP ശ്രമിച്ചു, അത് എത്തിയെന്ന് മനസ്സിലാവുന്നു. ഈ മാജിക് നമ്പറിൽ എത്തിയില്ലെങ്കിൽ ഏതാണ്ട് ഒരിടത്തിന് ഇലക്ഷൻ നടക്കാനുണ്ട്, അവിടെ BJP ജയിച്ചില്ലെങ്കിൽ വീണ്ടും റിസ്ക് അല്ലേ. അപ്പം നമ്മൾ കിട്ടിയെങ്കിൽ ഒരു 5 സീറ്റൂടെ BJP കിട്ടിയായിരുന്നെങ്കിൽ റിസ്ക് കുറെ കുറഞ്ഞിരുന്നു. പക്ഷെ ഇത് തുലോമാണ്. ഇത് BJPക്ക് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. കാരണം ഈ പരീക്ഷണം CPM ഒക്കെ എത്ര കുറഞ്ഞിരുന്നിട്ട് പോലും പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. പരീക്ഷണം വിജയിക്കാതെ പരീക്ഷണത്തിൽ കൂടി പോകണം. ഇപ്പൊ തന്നെ 3ാമത് മോദി വന്ന് പറഞ്ഞാൽ എല്ലാം പോയി. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഇയാൾ ഈ വിജയിച്ചത് എന്താണെന്നറിയോ? 3-2 ഭൂരിപക്ഷം ഉണ്ട്. ഘടകകക്ഷിയുടെ കൂടെ വരും. അതിനെക്കാട്ടി മെച്ചമായിട്ടാണ് ഘടകകക്ഷിയുടെ കൂടെ ഭരിക്കുന്നത്. ഘടകകക്ഷിയുടെ കൂടെ വന്നപ്പം 3ാമത് മോദി വന്നപ്പം 3-2 ഭൂരിപക്ഷത്തെ കാട്ടി പിറ്റ. ഘടകകക്ഷി മിണ്ടുന്നേ ഇല്ല. എന്ത് വേണേലും ചെയ്തോ, എന്ത് വേണേലും തലേ ചവിട്ടണോ ചവിട്ടിക്കോ, വയറ്റത്തി ചവിട്ടണോ ചവിട്ടിക്കോ എന്ന് പറഞ്ഞ് കിടക്കോ ഘടകകക്ഷി. ഒന്ന് ആലോചിച്ചോക്കെ. അപ്പം അതൊക്കെ കിട്ടുന്നവന്റെ ഒരു കലയാണ്. അപ്പൊ ആ കല ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരനകത്ത് ആദ്യം അയാൾ ഏറ്റെടുത്തത് വിജയിച്ചിരിക്കുന്നു, സക്സസ് ആണ്. പുള്ളിക്ക് സക്സസ് റേറ്റേ ഉള്ളൂ. അയാളെ നമ്മൾ പരിശോധിക്കുമ്പോൾ സക്സസ് റേറ്റ് ചിലർക്ക് അങ്ങനെ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇനി അങ്ങോട്ടും സക്സസ് ആവും, ഇടയ്ക്ക് കൊണ്ടുവച്ച് അങ്ങ് അൺസക്സസ് ആവും, പിന്നെ മുഴുവനായി അങ്ങ് പോകും. പുള്ളിയുടെ കാര്യത്തിൽ അങ്ങ് സക്സസ് ആണ്. പുള്ളി നല്ല ആത്മവിശ്വാസം ഉള്ളവരാണ്. കാരണം ആത്മവിശ്വാസമുള്ളവർ തകർക്കാൻ കഴിയില്ല. അപ്പം അത് BJPക്ക് ഒരു മുതൽക്കൂട്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ കാലമായിട്ട് BJP ഭരിക്കേണ്ടതാണ്.
അല്ലെങ്കിൽ അത് സാധിച്ചിട്ടില്ല. സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരുക്കത്തിനകത്ത് നമ്മൾ ചില സാധനങ്ങൾ അടുക്കി വെച്ചാൽ മറിഞ്ഞു വീഴുന്നില്ല, കൃത്യമായിട്ട് അടുക്കാത്തതുകൊണ്ടാണ്. അടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അടുക്കാൻ അറിയുന്ന ഒരാൾ മതി. അതിനിപ്പോൾ ആളായിട്ടുണ്ട്. ഏതായാലും വേറെ ഡെപ്യൂട്ടി മേയറെയൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. 21-ാം തീയതി സത്യപ്രതിജ്ഞ അവിടെ നിന്ന് നടക്കും. 23-ാം തീയതിക്ക് മുമ്പ് എല്ലായിടത്തും ഭരണ സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ശരി, മുനിസിപ്പൽ ചെയർമാൻ ആയാലും ശരി, കോർപ്പറേഷൻ മേയർ ആയാലും ശരി, എല്ലാം ഉണ്ടാവണം. അതിനു മുമ്പ് ഉണ്ടാകും. ഈ ഇത്തരത്തിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരത്തിൽ ആനയെ നിരത്തി നിർത്തുന്ന പോലെ ഇപ്പം സ്ഥാനാർത്ഥികളെ നിരത്തി നിർത്തിയേക്കുന്ന ആരെയാക്കും എന്നുള്ളത് ഇത് കണ്ട് എല്ലാ പ്രശ്നം. അപ്പം അതിനകത്തുനിന്ന് ആളിനെ നമ്മള് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാക്കും എന്ന് അവസാനം ആക്കിക്കോളും. ഓക്കെ.